എന്ത് പറ്റി? എന്താ പ്രശ്നം? ഡോ താൻ ഇന്ന് രാവിലെ എന്താ ജിൻഡോക്ക് ഉണ്ടാക്കി കൊടുത്തേ? എന്താ പ്രശ്നം? ഇന്ന് രാവിലെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാനാ ഇപ്പൊ കക്കൂസിലാ താമസം. അപ്പൊ റൂമിന്റെ വാടക കൊടുത്തിട്ടില്ലേ? അയ്യേ തമാശക്കാരനാണ്. കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിച്ച് കഴിക്കണതേ ഞങ്ങളുടെ വിശപ്പ് മാറാനാ, അല്ലാണ്ട് തന്റെ കൂട്ടായ്പ പരിപാടികൾ ഞങ്ങളുടെ ബോഡിയിൽ പരീക്ഷിക്കാനില്ല. എന്റെ മാഡം, നിങ്ങൾക്ക് വേറെന്തോ അസുഖമാണ്. ഞങ്ങള് നല്ല ഫുഡ് തന്നെ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. എനിക്ക് വേറെ അസുഖമൊന്നുമില്ല കേട്ടാ. ഈ ആൾക്കാണ് വെറുതെ മനുഷ്യനെ കൊല്ലാനായിട്ട്. 2 ദിവസം പഴക്കമുള്ള ഒരു സാൻഡ്വിച്ച് ഒരു തവണ ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചതാ. അന്ന് താനെന്താ പറഞ്ഞേ? അത് ഇവിടുന്ന് കളയാൻ മറന്നുപോയതാന്ന് അല്ലേ? തനിക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു? അതെ, ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പരമാവധി നല്ല സാധനങ്ങളാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ചേട്ടാ ഈ ചെയ്ത് കുറച്ച് കൂടുതലല്ലേ? തനിക്ക് അഹങ്കാരാണോ? തന്റെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തിക്കുന്നു. നോക്കിക്കോ. ഒന്ന് പോയേ മാഡം. ആരോടോടെ പോയെന്ന് പറയണേ? ഞാനാണോ പോണ്ടേ? ഞാനാണോ പോകുന്നത്? ഞാൻ കാണിച്ചു തരണ. സാർ ഓഫീസ് കറങ്ങുന്ന സാറേ. ക്യാബിന് കേൾക്കണ ഒച്ച. എന്താ പ്രശ്നം? സാർ, ഞാൻ പലതവണ ഇയാളോട് പറഞ്ഞതാ നീറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഇന്ന് ഇയാൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ഇവൻ 4 തവണയാ സാർ വയറിളക്കം പിടിച്ച് കക്കൂസേ പോണത്. ആണോടാ? സാർ മൈ എൻജിനൗട്ട് കംപ്ലീറ്റ്ലി. ഒച്ചെടുത്തിട്ട് എന്താ കാര്യം? സാർ, ഞാൻ ഇയാളോട് ചോദിക്കാൻ ചെന്നപ്പോ ഇയാൾ ഒരുമാതിരി കളിയാക്കലും പുച്ചിക്കലും വെറുതെ പറയാണ്, ഇവര് വെറുതെ പറയാണ്. അല്ല, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വിടുന്നതാണല്ലോ. എനിക്കൊരു കംപ്ലൈന്റ് തോന്നുന്നില്ല. സാറിന് കുഴപ്പമില്ല. സാറിന് കുഴപ്പം തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്. കുറച്ച് സാധനം ഇവിടെ ഉള്ളൂ. മര്യാദക്ക് ഉണ്ടാക്കി കൊടുത്തു. സാർ മര്യാദക്കാണ് ഉണ്ടാക്കണേ സാർ. ഞാൻ പലപ്പോഴും ആൾക്കാർ കംപ്ലൈന്റ് പറയണത് സീക്രട്ട് പറയണത് കേട്ടിട്ടുണ്ട്. നിർത്തിക്കോ. ലക്കി, ഫൈൻ വൺ. സാർ പ്ലീസ് സാർ, അങ്ങനെ പറയല്ലേ സാർ. ഞാൻ കൊണ്ടുവരും സാർ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരും സാർ. സാർ പ്ലീസ്. ഡോ മെസ് ബോയ്, ഡോണ്ട് മെസ് വിത്ത് മീ. നീ ഒന്ന് വിടറാ. നീ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അഡ്ലക്കിയാണ്. വെറും 5 മിനിറ്റ് പേരിൽ എന്നിട്ട് ദിവസമാണ് പോയത്. ഞാൻ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. പോടാ അവിടെ നിന്ന്. ഒരു 5 മിനിറ്റ് വൈകുന്ന ആൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് നിന്റെ അടുത്ത്. ഈ ആളുടെ പോലെ നീ ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇങ്ങനെ പോയത് നന്നായെന്ന് വിചാരിച്ചാൽ മതി. സത്യം. അതെ സാം, ഇന്നുകൊണ്ട് ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ മൂഡിനെ ഇത് പറ്റണില്ല. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുവരെ ആ വഴിയിൽ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഒരു യൂണിവേഴ്സിൽ പറ എനിക്കിതുവരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനെന്താ? താൻ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. സി, എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഞാൻ അവരോടൊക്കെ തന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. ആരെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കില്ല. നീ സാമിന്റെ ബിസിനസ് ഐഡിയ പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇതിന്റെ ഭാഗമാവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കേട്ടടാ, ദിവ്യക്ക് നിന്റെ ബിസിനസ് ഐഡിയയുടെ ഭാഗമാണെന്ന്. ഇനിയിപ്പോ വേറെ എന്താ വേണ്ടത്? അവളോട് വന്നു കഴിഞ്ഞാൽ സെറ്റായി. അവിമോനെ, സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? യെസ്, ഐ ആം സീരിയസ്. എനിക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഇങ്ങോട്ട് വിളിക്കുന്നു. സാമിന്റെ പോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഇപ്പൊ നീ ഓക്കെ ആണോ? അത്രയ്ക്ക് ഓക്കെ ഒന്നും അല്ല. അവനോട് ചെയ്തണ്ടി. അവൻ രാവിലെ ലക്കി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. എന്ത് തോന്നി? അല്ല, കേട്ടപ്പം ഒന്നും തോന്നിയില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ പോലെയൊക്കെ തോന്നി. സന്തോഷമുള്ളടാ. ഞാനിതിന് അന്ധവിശ്വാസം ഒന്നും പറയില്ലട്ടാ, ഗട്ട് ഫീലിംഗ് അങ്ങനെ പറയാം. എന്തായി? അയാൾ കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ആണോ? ചിരി കഴിഞ്ഞ ഹലോ, എന്താണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? ഞാനേ കാപ്പി കുടിച്ചു പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാപ്പി കുടിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്, അകത്ത് വെയിറ്റ് ചെയ്തത്. നീ ഇങ്ങനെ CBI കളിക്കാതെ വേറെ വല്ല പണിയും നോക്കട്ടെ.
ജോസഫേട്ടാ, ഞങ്ങളുടെ ഓഫീസിൽ കഫറ്റേരിയയില് ജോലി ചെയ്യണ ഒരു മോശം ആളുണ്ടായിരുന്നേ. ഞാൻ ഇടപെട്ട അയാളുടെ ജോലി അങ്ങോട്ട് തെറിപ്പിച്ചു. നീ ഇവനെ പോലെ ഒരു പണി ഇല്ലാത്തതിനോടല്ലേ നിന്റെ നടപ്പ്. നീ അതല്ല അതിൽ അപ്പുറം ചെയ്യും. ജോസഫേട്ടാ, എനിക്കൊരു പങ്കോ അറിവോ ഇല്ലാത്ത കാര്യത്തെ പറ്റിയാണ് ജോസഫേട്ടൻ പറയുന്നത്. വല്ലാത്തൊരു ആരോപണമായിപ്പോയി. എന്റെ ജീവിതം ഇങ്ങനെ അത് ഇനി എങ്ങനെ കീറി പിടിക്കണ്ട. ആണോ? എന്നാ പിന്നെ ജോസഫേട്ടാ, അയാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. ഇന്ന് രാവിലെ എന്താ ഉണ്ടായെന്നറിയോ? അയാൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ എന്റെ ഓഫീസിൽ ഒരാൾക്ക് വയറിളക്കം വന്ന് ആ ബഹളത്തിനിടയിൽ അയാളാകെ തളർന്നു പോയി. എന്റെ കുഞ്ഞ്, അതിന് എനിക്ക് ഈ വയറിളക്കത്തിന്റെ വൈദ്യം ഒന്നും അറിയാൻ മേല. ലക്കി, നിനക്ക് അറിഞ്ഞൂടെ? ജോസഫേട്ടന് വൈദ്യം മാത്രം അറിയാതുള്ളൂ, ബാക്കിയൊക്കെ വളരെ കറക്റ്റായിട്ട്. മാനെ DIG. ജോസഫേട്ടാ, ഇത് കേക്ക്. എന്നിട്ട് അയാളെ MD പറഞ്ഞു വിട്ടു. എന്നിട്ട് പുതിയ ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. ഒരാവേശത്തിനാണെങ്കിൽ ഞാൻ അങ്ങ് കയറി ഏൽക്കുകയും ചെയ്തു. ജോസഫേട്ടാ, ഒരാളെ കണ്ടുപിടിച്ച ജോസഫേട്ടാ, നോക്കട്ടെ. പ്ലീസ്. അത് ഈ പുള്ളിയുടെ കസ്റ്റഡിയിലുള്ള ആളുകളെ ഓർത്തെടുക്കായിരിക്കും. ഒരാളുണ്ട്, ആ. നല്ല അടിപൊളിയാ. അടിപൊളി വേണ്ടത്. ആളിനെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു ഗുണം? ഞാൻ ജോസഫേട്ടിന് വേണ്ടി പ്രാർത്ഥിക്കും. പോരാ, പിന്നെന്താ വേണ്ടേ? എനിക്കൊരു ഉപകാരം ചെയ്യേണ്ട ഒരു അവസരം വരും. ലക്കിമോൾ എന്റെ കൂടെ നിന്ന് തരണം. പറ്റുമോ? ഓക്കേടാ. ഇനിയിപ്പോ എങ്ങനെ? ഹാപ്പി അല്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയാ. സാം, ഐ യു ഓക്കെ? ഓക്കെ സർ. സാം, ടൈം ആർക്കും പിടിച്ചു നിർത്താവുന്നൊരു കാര്യമല്ല. ഈ ലോകത്തെ ഏറ്റവും വിലമതിപ്പുള്ളത് സമയമാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. സമയത്തിന് വില കൊടുക്കുമ്പോഴാണ് അവനവന് സ്വയം വില ഉണ്ടാകുന്നത്. അങ്ങനെ വില കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തിരിക്കുന്നത്. അങ്കിൾ, ഇറ്റ്സ് ഓക്കെ, ലിവ് ഇൻ. പറയൂ സാം, എന്താണ് പ്രോജക്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ സോറി സർ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സർ, ഇതൊരു റീറ്റെയിൽ സ്റ്റോറാണ്. ഓ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പാർട്ടികൾ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഓൾ ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ആക്സസറീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു റീറ്റെയിൽ സ്റ്റോർ. അപ്പോൾ ഈ നൈറ്റ് പാർട്ടീസൊക്കെ ഹോട്ടലല്ലേ നടക്കുന്നത്? അവിടെ ലിക്കർ അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കുന്നത്? അല്ല സാർ, ഇത് നൈറ്റ് പാർട്ടീസ് അല്ല. ഇത് ലൈക്ക് ബർത്ത്ഡേ പാർട്ടീസ്, വെഡ്ഡിങ് റിസപ്ഷൻസ്, ആനിവേഴ്സറി ഫംഗ്ഷൻ, പിന്നെ തീം ബേസ്ഡ് ഓർഗനൈസ്ഡ് ഇവൻറ്റ്സ്. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ടോ? സാർ, നമ്മുടെ ഈ സിറ്റിയിൽ മാത്രം ഒരു ദിവസം 500-ലധികം പാർട്ടീസ് നടക്കുന്നുണ്ട്. അതിൽ പകുതിയിൽ താഴെ മാത്രമേ ഇവൻറ്റ് കമ്പനീസ് ഓർഗനൈസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ വീടിനടുത്തുള്ള ഒരു കേക്ക് ഷോപ്പിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ദിവസം 30-ലധികം ബർത്ത്ഡേ കേക്ക്സ് വിറ്റ് പോകുന്നുണ്ട്. ഓ, ഇത് ഒരു ഷോപ്പിലെ കാര്യം മാത്രമാണെന്ന് ആലോചിക്കണം. പലരും പാർട്ടീസ് ഓർഗനൈസ് ചെയ്യാൻ മടിക്കുന്നത് ഭാരിച്ച പണച്ചെലവ് കൊണ്ടോ അത് ഓർഗനൈസ് ചെയ്യാനുള്ള മടി കൊണ്ടോ ആണ്. ഒരു 10 വർഷം മുമ്പ് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത സംഗതിയായിരുന്നു. സാർ, ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരത് നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ലൈക്ക് സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും ഒക്കെ പോലെ. ഓക്കെ ഓക്കെ. 1 സെക്കൻഡ് പ്ലീസ്.